ഹലോ, രാവിലെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ പറമ്പെന്ന് പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് ചീരയുണ്ട്, കുറച്ച് 2-3 ബീട്രൂട്ടുണ്ട്, പിന്നെ എന്തൊക്കെയാണ് അങ്ങനെ കുറച്ച് കോവയ്ക്കുണ്ട്. ഇതെല്ലാം കൂടെ പറിച്ചെടുക്കാൻ പോവുകയാണ്. അതൊന്നുമായിട്ടും ഒന്നിനൊന്നിനും കറി വെക്കാനില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ കറി വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ കുറച്ച് ഉള്ള സാധനങ്ങളൊക്കെ പറിച്ചെടുക്കാനായിട്ട് രാവിലെ തന്നെ ഇറങ്ങിയതാണ്. ചോളമൊക്കെ ഉള്ളത് നമ്മൾ അന്നെല്ലാം ഒരുവിധം പറിച്ചായിരുന്നല്ലോ. ഇനിയിപ്പോൾ കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ വിത്തുകൾ ഇട്ട് കൊടുക്കണം. ഈ മഴ സമയം ഇപ്പോൾ അടുത്ത് വരുന്നതുകൊണ്ട് കിട്ടുമെന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് വാങ്ങി വെച്ച വിത്ത് അത് വെച്ചാലും കുറച്ച് കാലം കഴിഞ്ഞ് ഇടാമെന്ന് വെച്ചാൽ വിത്ത് പഴകി കഴിഞ്ഞാൽ ചിലപ്പോൾ മുളച്ചൊന്നും വരില്ല. അപ്പോൾ ഉള്ളത് വെറുതെ അങ്ങ് ഇട്ട് കൊടുക്കാം. കിട്ടുവാണെങ്കിൽ നമുക്ക് എന്തായാലും നനയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ, കിട്ടുമായിരിക്കും പ്രതീക്ഷിക്കാം. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. അപ്പോൾ കുറച്ച് ചീരയൊക്കെ ഉള്ളത് പറിച്ചെടുക്കാവേ. ഇവിടെ നമ്മൾ നട്ടതിൽ കുറച്ച് ചുമന്ന ചീര കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മുറിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇതിൽ മുകളിലത്തേക്ക് ഒരുവിധം അങ്ങ് പോയി, നമ്മുടെ ചോളത്തിൻ്റെ ഇടയിലൊക്കെ നിന്നിട്ടാവണം. ഇത് പിന്നെ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുറിച്ചെടുത്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും നല്ല ചീര കിട്ടുവേ. നമ്മൾ ചീര നട്ടപ്പോഴേ 2 സൈസ് ചീര ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഒന്നെന്ന് പറഞ്ഞാൽ നല്ല ചുവന്ന കളറും, ഒന്ന് കുറച്ച് അത്ര ചുവപ്പല്ലാത്തൊരു കളറും കേട്ടോ. ഒരു ഇടയിൽ ഇച്ചിരി ഒരു പച്ചയൊക്കെ ഉള്ള പോലെ ഒരു അത്രയൊന്നും ചുവപ്പല്ലാത്തതും ചീരയുണ്ട് കേട്ടോ. അതിൽ നല്ല ചുവന്ന ചീര ഇതാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളതുപോലെ തോന്നിയേക്കുന്നത്. ഇത് ബീട്രൂട്ട് 2 തൈയാണ്. നമ്മൾ നട്ടു കൊടുത്ത ബീട്രൂട്ടൊന്നും അല്ല ഇത് തനിയെ വളർന്നു വന്ന കേട്ടോ. നമ്മുടെ വിത്തിൻ്റെ അകത്ത് എവിടെയോ ഉണ്ടായിരുന്നു ആ വിത്ത്. ചീര വിത്തൊക്കെ ഇട്ട് കൊടുത്തപ്പോഴേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ എന്നിട്ട് 2-3 അങ്ങനെ വീണപ്പോൾ തനിയെ മുളച്ചതാണത്. ആയിട്ടുണ്ടാകണം. ഒന്ന് കൂടെ ഉണ്ടായിരുന്നു, ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി പറിച്ചെടുക്കാനായിട്ട് പോവാം. ഒരു കുഞ്ഞ് ബീട്രൂട്ട് അടുത്തത് പറിക്കട്ടെ. കുഞ്ഞ് ബീട്രൂട്ടാട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ടൊക്കെ നമ്മൾ സാധാരണ കുഴിച്ച് വെക്കാൻ വേണ്ടതെന്ന് തോന്നുന്നുണ്ടേ. ഇത് മണ്ണിൻ്റെ മുകളിൽ കിടന്നിട്ടേ അതിൻ്റെ മുകളിൽ തന്നെ കായായി. എന്നിട്ട് താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റാതെ അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ച് മണ്ണൊക്കെ കൂട്ടി കൊടുത്തു. പക്ഷെ ഇത്ര ആയിട്ടുള്ളൂ. ഒന്ന് മാത്രം ഇച്ചിരി വലുപ്പമുണ്ട്. അതിൻ്റെ ഒരു സൈഡ് കേട് വരാനും തുടങ്ങി. അതായിരുന്നു എന്ന് തോന്നുന്നു അതിൻ്റെ അത് കേട്, ഉണങ്ങി തുടങ്ങിയത് ചെടി. അപ്പം എന്തായാലും നമ്മൾ ബീട്രൂട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മോൾ ഭാഗം ചെത്തി വെച്ചാൽ വീണ്ടും മുളയ്ക്കും തോന്നുന്നുണ്ട്. ചീരയും ബീട്രൂട്ട് മാത്രമേ പറിച്ചുള്ളൂ കേട്ടോ. കോവയ്ക്ക് പറിച്ചില്ല. അതും കൂടെ പറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വാടിപ്പോകും. ഞാനിപ്പോൾ ചീര ഇച്ചിരി കിട്ടിയിട്ടുണ്ട്. ഇനി ഇച്ചിരി കണ്ടെത്തി പോയി ഇച്ചിരി കൂടെ കിട്ടും. അപ്പോൾ അതെല്ലാം കൂടെ തോരൻ വെക്കാൻ ഒരു തോരനുള്ളത് കിട്ടും കേട്ടോ. പിന്നെ കോവയ്ക്ക് പറിച്ച് അതിന് വേറെ തോരൻ വെക്കണ്ടേ, ഇത് പോരെ. അപ്പോൾ അത് പറിച്ചില്ല. കൊന്ന കണ്ടോ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നേ. വിഷു ആകുമ്പോഴത്തേക്ക് പോകുമെന്നറിയത്തില്ല. നല്ലപോലെ വിരിഞ്ഞു കേട്ടോ. മുട്ടൊന്നുമില്ല, അങ്ങനെ വിരിഞ്ഞിട്ടുണ്ട്. രാവിലെ കഴിക്കാനായിട്ട് അത് അപ്പം ഉണ്ടാക്കുവാണ്. 2-3 അപ്പം അമ്മ ചുട്ടു. അത് കഴിഞ്ഞപ്പോൾ ചെറുക്കൻ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഞാൻ അപ്പം ചുടാൻ വേണ്ടി വന്നതാണ്. അമ്മ മുളകിടാനായിട്ട് പോയി. അപ്പം ദോശക്കല്ലിലാട്ടോ ചുടുന്നത്. എളുപ്പമുണ്ട്, വേഗമായി കിട്ടും. കുഴപ്പമൊന്നുമില്ല, ഒഴിച്ച് പരത്തി ചുടുന്നില്ല. ഇതാണ് അപ്പം. കുഞ്ഞ് കിടന്ന് ഉറങ്ങി. തനു എഴുന്നേറ്റിട്ടുമില്ല. തനു നല്ല ഉറക്കമാണ്. 3-4 അപ്പത്തിനുള്ള മാവും കൂടെ ഉള്ളേ. വേഗം അപ്പം ചുട്ടെടുക്കട്ടെ. ഈ വേനൽ സമയത്ത് വിറക് പെട്ടെന്ന് അങ്ങോട്ട് ആളി കത്തും കേട്ടോ. ഒരു വിറക് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഉണങ്ങി കിടക്കുമല്ലേ, വേഗം കത്തും. ഒരു വിറക് വെച്ചാൽ തീ അധികവും, വിറക് വെച്ചില്ലെങ്കിൽ തീ ഒട്ടുമില്ലാത്ത അവസ്ഥ. നമ്മുടെ പറമ്പിൽ കൂടെയൊക്കെ കുറേ വിറക് കിടപ്പുണ്ട്. ഞാൻ അതൊക്കെ എടുത്ത് വെക്കണം. കഴിഞ്ഞ എപ്പോഴാണ് നമ്മൾ ഇവിടെ മരമൊക്കെ ചോലയൊക്കെ ഇറക്കിയ സമയത്ത് അങ്ങനെ കുറേ വെട്ടിയിട്ട് മരങ്ങൾ കിടപ്പുണ്ട്. അതൊക്കെ ഇനി കൊണ്ടുവന്ന് വെക്കണം സമയം പോലെ. എപ്പോഴും മുളകിൻ്റെയൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് നിന്ന് തിരക്കൊക്കെ കഴിയുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം, മഴ വരുന്നതിന് മുന്നേ.
നമ്മൾ കുറേ ദിവസമായിട്ട് ഏർമാടത്തിൽ കയറിയിട്ട് ഒരുപാട് ദിവസമായി. നമ്മൾ പിന്നെ ഡെലിവറി കഴിഞ്ഞ് പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ടൈമൊന്നും ആയ സമയത്തൊന്നും കയറിയിട്ടില്ല. കുറേ ആയിട്ടോ ഏർമാടം കുറേ നാശമായിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുളയൊക്കെ കുറേ പിഞ്ചു മുളയൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഭാഗത്ത് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഏർമാടത്തിൻ്റെ ഉള്ളിലായിട്ട്. അപ്പോൾ അതൊക്കെ നോക്കാനായിട്ടൊന്ന് കയറി വന്നതാ. ഈ പുല്ലൊക്കെ കുറേയൊക്കെ ഒടിഞ്ഞ് തൂങ്ങി തുടങ്ങി കേട്ടോ. കുറച്ച് നാളായില്ലേ. ഇതിൻ്റെ ഉള്ളിലത്തെ മുളയാണ് കുറച്ച് പോയേക്കുന്നത്. മാവൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ. ഏർമാടത്തിൻ്റെ ഉള്ളിൽ മാവൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അടിയന്ത കമ്പിന്നേ. പിന്നെ അണ്ണാൻ കൂട് വെച്ചിട്ടുണ്ട്. അണ്ണാൻ കൂട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് പുല്ലൊക്കെ ഒരു സൈഡിൽ നിന്നൊക്കെ എടുത്തോണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അണ്ണാൻ കൂട് വെച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയി പോയി. അണ്ണാൻ കൂട് ഉണ്ടായിരുന്നു. ഇവിടെ കയറി നിൽക്കുമ്പോൾ നല്ല രസമാട്ടോ. കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ. നമ്മൾ പിന്നെ നല്ല ഹൈറ്റിലല്ലേ, നല്ല രസമാട്ടോ. ഇവിടെ ഒരു പ്രത്യേക ഫീലാണ് ഏർമാടത്തിൽ കയറി കഴിഞ്ഞാൽ. ഇതുണ്ട് ഈ 2-3 വാരി, നേരത്തെ പോയ വാരിയായിരുന്നേ. അപ്പോൾ നന്നായിട്ട് അതൊരു ഇതായിട്ടുണ്ട്. പിന്നെ കുറച്ചുകൊണ്ട് പോയിട്ടുണ്ട്, അതൊക്കെ മാറ്റി അടിക്കണേ. പിന്നെ മാവൊക്കെ വളർന്നു വന്നേക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഫുള്ള് പൊടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. മഴയും കാറ്റും അങ്ങനെയൊക്കെ വീണ് കുറച്ച് പൊടികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി മൊത്തം ഒന്ന് അടിച്ചു വാരിയൊക്കെ ഒന്ന് വൃത്തിയാക്കണേ. ഒന്ന് കയറി നോക്കിയതാണ്, കുറേ ദിവസമായി നോക്കിയിട്ട്. അണ്ണാൻ്റെ കൂടുമൊക്കെ ഉണ്ട്. ഈ ചൂട് സമയത്ത് കയറി കിടന്ന് എന്ത് സുഖമാണെന്നറിയാം. നമ്മൾ കുറച്ച് കപ്പ പറിക്കാനായിട്ട് പോവുകയാണേ. ഇന്ന് പഞ്ചാബിൽ നിന്ന് ഏട്ടനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവർ 2 ദിവസം മുന്നേ കയറിയതാണ് ട്രെയിനിൽ. പിന്നെ ഇവിടെ എത്തും കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കപ്പയും ബീഫൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാം കേട്ടോ. ബീഫ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കപ്പ ഇവിടെ അടുത്ത ചേച്ചിയുടെ അടുത്ത് പോയി വാങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറച്ച് കപ്പയും ബീഫൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. അവർക്ക് ബീഫൊന്നും അവിടെ കിട്ടാറില്ല. പിന്നെ 2 പേർക്കും ബീഫ് നല്ല ഇഷ്ടമാണ്. കപ്പ പറിക്കാനായിട്ട് ഇറങ്ങിയതാണേ. നമ്മൾ പറിക്കുന്നത് ഏത്തക്കപ്പയാട്ടോ, മഞ്ഞക്കപ്പ. 2-3 ചുവട് നിർത്തി നമുക്ക് അതിലൊരു ചുവട് തരാമെന്ന് പറഞ്ഞു ഗീത ചേച്ചി. വെട്ടിക്കോ. മഞ്ഞക്കപ്പ എവിടെ നിന്ന് കിട്ടിയപ്പോൾ? മഞ്ഞക്കപ്പ ഇവിടെ പിന്നെ നേരത്തെ 2-3-4 കണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഇട്ട് പിടിപ്പിച്ചതാണ്. ശരി. അത് വേറെ കളറാട്ടോ. ആണല്ലേ? കളറാണ്. ഞങ്ങൾ മട്ടുമ്മൽ കുഞ്ഞുമോൻചാട്ടനില്ലേ, ആ ചേട്ടൻ്റെ അവിടെ നിന്ന് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു, മഞ്ഞക്കപ്പ, ഏത്തക്കപ്പ. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് നട്ടിട്ടുണ്ട്. ഒരു ചോട് മതി എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അടുത്തൊരു ചോടും കൂടെ പറിച്ചു തരുവാണ്. ഇത് ഏത്തക്കപ്പയാണേ. നമ്മൾ പിന്നെ പറിച്ചത് സാധാ കപ്പയാണ്. കപ്പ പറിച്ചിട്ട് വീട്ടിലോട്ട് വന്നോണ്ട് ഇത് കുറച്ച് അധികം കപ്പയുണ്ട്. ഒരു 5 കിലോ കപ്പയോളം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. 2 സൈസ് കപ്പയാണ്. നമുക്ക് ഇപ്പോൾ പുഴുങ്ങുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോറാകുന്ന സമയമാകുമ്പോഴത്തേക്ക് പുഴുങ്ങുന്നുള്ളേ. ബീഫ് കറി വെക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇന്ന് ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് അമ്മ തൊമരക്കറിയാട്ടോ വെച്ചത്. അപ്പോൾ ഇത് ഉണക്കത്തൊമരയായിരുന്നു. തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നായിരുന്നു. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കറി വെക്കാനായിട്ട് ആദ്യം ഒന്ന് ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊന്ന് പോകാനായിട്ടൊന്ന് അരിച്ചത് കഴുകി വാരിയെടുത്ത് വേവാനായിട്ട് വെച്ചു. പിന്നെ അത് വെന്ത് വരുന്ന സമയത്തേക്ക് കുറച്ച് പച്ചമുളക്, സവാള, കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ച് വെച്ച് അതും കൂടെ ഒന്ന് വേവാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അച്ചയ്ക്ക് ഉണക്കത്തൊമര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എവിടെ നിന്നൊക്കെ കിട്ടുന്ന സമയത്ത് മിക്കവാറും ഇത് വാങ്ങിയിട്ട് വരാറുണ്ട്. നമ്മൾ അരപ്പ് മൂപ്പിച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അതിനായിട്ട് നമ്മൾ അരയ്ക്കാൻ എടുക്കുന്നത് തേങ്ങയും പിന്നെ കുറച്ച് പെരിഞ്ചീരകം, 2 ഏലയ്ക്ക, ഒരു ഗ്രാമ്പു, അങ്ങനെ ആ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് വെള്ളം കുറച്ച് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. കടുകൊക്കെ വറുത്തിട്ട് നമ്മൾ അരച്ചെടുത്ത അരപ്പൊന്ന് എണ്ണയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എണ്ണ ഒരുപാട് വേണ്ട, കടുക് വറുക്കുന്ന എണ്ണ മതി.
നന്നായിട്ടൊന്ന് അരപ്പ് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. ആ സമയം വരെ ഒന്ന് മൂപ്പിക്കണം. അതിലോട്ട് പിന്നെ നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് പൊടികളും കൂടെ ഒന്ന് ചൂടായി വന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഏകദേശം ലാസ്റ്റ് ഇതേപോലെ ആയിരിക്കും ആവുക. സമയം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടലയും കൂടെ അതിലോട്ട് ചേർത്ത് നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് ആ വെള്ളവും കൂടെ ചേർത്തൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിനൊക്കെ വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനിടെ പോയി കുളിച്ചിട്ട് വന്നു. കഴിക്കാനായിട്ട് പോവുകയാണേ. കടലക്കറി, തുമരക്കറി എടുത്തു. പിന്നെ കുറച്ച് പയർ തോരന്, ഉണ്ടായ പയറാട്ടോ, അതിൻ്റെ കുറച്ച് തോരനും, പിന്നെ ഇന്നലത്തെ കുറച്ച് രസമുണ്ട് കേട്ടോ, അതും എടുത്തു. കഴിക്കട്ടെ കേട്ടോ. തുമര നമുക്കിവിടെ അടുത്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് കൃഷി ചെയ്യാറുണ്ട് തുമര കേട്ടോ. നല്ല തുമരയും കിട്ടാറുണ്ട്, പച്ചത്തുമരയൊക്കെ. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പോയി പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ അടുത്ത് നിന്ന് തന്നെ ഈ ഉണക്കത്തുമര വാങ്ങുകയാണെങ്കിൽ പഴകാത്ത ഉണക്കത്തുമരയാണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ. പക്ഷെ കുറച്ച് പഴകിയൊക്കെ ഇതാണെങ്കിൽ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇത് അച്ഛൻ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്. തുമര കുഴപ്പമില്ല, നല്ല തുമര. ഇനി ആരെങ്കിലും കൊണ്ട് കൊടുത്താണോന്നൊന്നും അറിയത്തില്ല. കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് കറി വെക്കാനായിട്ടുള്ള സവാള ഉള്ളിയൊക്കെ പൊടിച്ചെടുത്തു കേട്ടോ. ഇഞ്ചിയൊക്കെ എല്ലാം ഒന്ന് ചോപ്പ് ചെയ്ത് അരിഞ്ഞെടുക്കാനുള്ള അരിഞ്ഞൊക്കെ എടുത്തു. അപ്പോൾ നമ്മളൊന്ന് കടുക് വറുത്തു. കടുക് വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഒന്ന് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടാണ് സവാള വഴറ്റി അതിലോട്ട് നമ്മൾ തേങ്ങാക്കൊത്തും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കറിവേപ്പിലേക്ക് ഇട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിലോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അതും പൊടികളും മസാലപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മസാല ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. ചെറിയുള്ളി ഇടുന്നതാണ് ടേസ്റ്റ്. നമ്മൾ അത്രയും ചെറിയുള്ളി പൊളിച്ചെടുക്കണ്ടേ, അതുകൊണ്ട് സവാള കേട്ടോ കുറച്ച് ചേർത്തത്. പിന്നെ ബീഫും കൂടെ മസാല മൂത്തുന്ന സമയത്ത് ബീഫ് കൂടെ അതിലോട്ട് ചേർത്തിട്ടുണ്ട്. നമുക്ക് തന്നെ ഇനി ഒന്ന് എല്ലാം കൂടെ ഇളക്കിയിട്ടൊന്ന് ചൂടാവാനായിട്ട് വെച്ചു കേട്ടോ. ബീഫിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇറങ്ങാനായിട്ടാണ് വെച്ചത്. പിന്നെ അടുപ്പത്ത് ഇത്രയും ചൂടുള്ള ഉരുളി ആയതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല. വെള്ളം വരുന്നതിന് അപ്പം തന്നെ വറ്റിപ്പോകും കേട്ടോ. പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചു അത്. പിന്നെ ബീഫ് വേവാനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് അത് അടച്ച് വേവാൻ വെച്ചു കേട്ടോ. ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലോട്ടൊന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. നമ്മൾ കുറച്ച് ഇരുമ്പപ്പുളി പറിക്കാനായിട്ട് വന്നതാണ്. ചേച്ചിയുടെ വീട്ടിലോട്ടായിട്ട് വന്നത്. ഇവിടെ നിറയെ ഇരുമ്പപ്പുളി ആയിട്ടുണ്ട്. കൊഴിഞ്ഞു പോവുക. ഒരു ഇരുമ്പപ്പുളി വേണമെങ്കിൽ പറിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പം നമ്മൾ കൊട്ടയൊക്കെ എടുത്ത് ഇറങ്ങിയതാണ് ഇരുമ്പപ്പുളി പറിക്കാനായിട്ട്, അച്ചാറിടാനായിട്ട്. നമ്മൾ എന്നിട്ട് ഇരുമ്പപ്പുളി അച്ചാറൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഇവിടെ ഇരുമ്പപ്പുളി അച്ചാറിട്ട് കഴിയുമ്പോൾ അരക്കിലേക്കായിട്ട് കൊണ്ടുപോകുക, അല്ലേ നമ്മൾ തന്നെ എടുത്തിട്ടോ. പിന്നെ അണ്ണൻ പോകുമ്പോൾ അണ്ണനെ കൊടുത്തു വിടുകയൊക്കെ ആയിട്ട് ഇരുമ്പപ്പുളി അച്ചാറൊക്കെ കഴിഞ്ഞോളും. അപ്പോൾ ഇതൊക്കെ കിട്ടുന്ന സമയത്തേ കിട്ടത്തുള്ളൂ. ഈ വേനലാകുമ്പോഴേ പെട്ടെന്ന് വാടിക്കൊഴിഞ്ഞു പോവേ. നല്ല മൂത്ത ഇരുമ്പപ്പുളി നമുക്കത് അങ്ങനെ കൊണ്ടുപോയിട്ട് ഉപ്പിലിടാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ എടുത്തിട്ട് അച്ചാറിട്ടാൽ മതി. ഉപ്പിലിടുമ്പോഴത്തേക്കിൽ കുറേ വെള്ളം നീര് വറ്റാനുള്ളതൊക്കെ വറ്റുകയും ചെയ്യും കേട്ടോ. ചുങ്ങും നന്നായിട്ടേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലേ ചക്ക അരക്കിന് എന്താ പറയുകയെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേര്, ഞാൻ ഇതുവരെ കേൾക്കാത്ത കുറേ പേരൊക്കെ കേട്ടു കേട്ടോ. ചക്ക അരക്കിന് പറയുന്നത് ഇരുമ്പപ്പുളീന് എന്താണെന്ന് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇലിമ്പിക്ക, അന്ന് നമ്മൾ കുറേ നാൾ മുന്നേ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇലിമ്പിക്ക, ഇരുമ്പങ്കായ, അങ്ങനെയൊക്കെ എന്ത് കുറേ പേരുകളുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ ഇരുമ്പാമ്പുളി എന്നും പറയും, ഇരുമ്പമ്പുളി എന്നും പറയുമേ. കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. പിന്നെ കഴിക്കൽ മാത്രം ഇച്ചിരി പാടാ. പച്ചയ്ക്ക് നല്ല പുളിയല്ലേ. പക്ഷെ അച്ചാറിട്ടിട്ടോ ഉപ്പിലിട്ടിട്ടൊക്കെ നമ്മൾ കഞ്ഞി കുടിക്കുന്ന സമയത്തേ ഇത് ഉപ്പിലിട്ടിട്ട് അതിൻ്റെ കാന്താരിയും കൂടി ഇട്ടിട്ട് ഉപ്പിലിടണേ. എന്നിട്ട് ആ കാന്താരിയും ഇരുമ്പപ്പുളിയും കൂടെ പൊട്ടിച്ചിട്ട് കഴിക്കാൻ നല്ല രസമായിട്ടോ കഞ്ഞിയിൽ. ഇതിൽ ചിലപ്പോൾ ഇനിയും കായ ഉണ്ടാവും തോന്നുന്നുണ്ടേ. പൂവുണ്ടായിട്ടുണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട്. ചെറിയ മഴയൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ. വലിയ മഴയൊക്കെ പെയ്ത് ചിലപ്പോൾ ഇതെല്ലാം കൂടെ പോകും. നമ്മൾ പറിച്ചിട്ട് വന്ന ഇരുമ്പപ്പുളി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാവേ. ഇതിൽ കുറേ പൂവും അതിൻ്റെ കമ്പും കോലും പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. നന്നായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കുമ്പോൾ തന്നെ ആ പൂവെല്ലാം കൂടെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്തോരം പൂവാ. എന്തോരം പൂവാ നോക്കിയേ. നിറയെ പൂവുണ്ടേ. ഒന്ന് കഴുകി പൂവൊക്കെ ഒന്ന് വാരി എടുത്ത് പൂവൊക്കെ ഒന്ന് നമ്മൾ കളഞ്ഞെടുക്കണം.
നമ്മൾ കഴുകി ഇരുമ്പപ്പുളി വെള്ളം പോകാനായിട്ട് അവിടെ കൊട്ടയിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയാലേ നമുക്ക് ഉപ്പിലിടാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഉപ്പിലിട്ടത് കേട് വന്ന് പോവേ. അമ്മയും പിന്നെ വല്യമ്മ പണിക്കുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ വന്നിട്ട് നമുക്ക് കുറച്ച് നമ്മൾ ചോളമൊക്കെ നട്ട ഭാഗത്തെ ചോളമൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫുള്ള് കാട് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് കാടൊക്കെ വെട്ടിയിട്ട് എന്തെങ്കിലും വിത്തൊക്കെ ഇടാനായിട്ട് അവിടുത്തെ കാട് വെട്ടാനായിട്ട് വന്നാൽ കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടി വേഗം ചെയ്യാമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ചെയ്യുവാണ്. ഫുള്ള് കാടായതുകൊണ്ട് ആദ്യം കാട് ചെത്തിക്കളയണം, പിന്നെ അത് നന്നായിട്ടൊന്ന് കിളയ്ക്കുകയൊക്കെ ചെയ്തിട്ട് വേണം ഇനി ഒന്ന് മണ്ണൊക്കെ കൂട്ടി കൊടുത്ത് വിത്ത് ഇടാനായിട്ട്. നമ്മൾ വിത്ത് ഇവിടെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ തക്കാളിയുടെ തൈ നമ്മൾ പാകിയിരുന്നത് അത്യാവശ്യം ആയിട്ടുണ്ട്, അതും ഒന്ന് നട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കോളിഫ്ലവറിൻ്റെയും ക്യാബേജിൻ്റെയൊക്കെ വിത്തുണ്ട് കേട്ടോ. നമ്മൾ അന്നിട്ട് ബീട്രൂട്ടിൻ്റെയും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെയൊക്കെ വിത്തിൽ കുറച്ച് മുളച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും അങ്ങനെ മുളച്ച് വന്നിട്ടില്ല. അപ്പോൾ അവിടെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴേലും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ, സമയമുള്ള സമയം നോക്കിയിട്ടേ. അതിപ്പം ഞാൻ പോയാലും ഇട്ട് കൊടുക്കാം. അത് മണ്ണൊക്കെ കൂട്ടി കൊടുത്തേക്കുന്നതാണ് കേട്ടോ. ഇത് ക്യാബേജും കോളിഫ്ലവറും പിന്നെ നമ്മുടെ തക്കാളിയുടെ തയ്യെ മുളച്ച് വന്നേക്കുന്നതുണ്ട്, അതൊക്കെ കേട്ടോ ഇവിടെ നട്ട് കൊടുക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മഴകളൊക്കെ വൈകുന്നേര സമയത്ത് എപ്പോഴേലൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് മഴ കിട്ടിയില്ലെങ്കിലും നമ്മൾ നനച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ തയ്യൊക്കെ വളർന്നു വരുന്ന സമയത്ത് വെയിൽ ചിലപ്പോൾ ഒരു ഇച്ചിരി പ്രശ്നമായിരിക്കും. വെയിൽ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്, നല്ല ചൂടും ഉണ്ട്. നട്ട് കൊടുത്ത് ഇനിയിപ്പോൾ ഒരു വാട്ടം പോലെ വരുവാണെങ്കിൽ നമുക്ക് പച്ച നെറ്റില്ലേ, അത് എന്തെങ്കിലും വലിച്ചു കെട്ടുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നട്ട് കൊടുക്കുന്നത് കേട്ടോ. തക്കാളി തൈ 2 വെച്ച് വെക്കുന്നുണ്ട്. നമുക്കതൊന്ന് നനച്ചും കൂടെ കൊടുക്കണം കേട്ടോ. സ്പ്രിങ്ക്ലർ ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ നനഞ്ഞോളും. നമ്മൾ വീട്ടിലോട്ട് പോകാനായിട്ട് റെഡി ആയിട്ടോ. വീട്ടിലോട്ട് പോവുകയാണെ അതിന് മുന്നേ കപ്പയൊന്ന് തേങ്ങയും കൂടി ചേർത്തൊന്ന് എടുക്കണം. പിന്നെ ഇതാ ഇരുമ്പപ്പുളിയും കൂടെ ഒന്ന് ഉപ്പിലിട്ട് വെക്കാൻ പോവാം കേട്ടോ. അങ്ങനെ തന്നെ ഇടുക, അരിഞ്ഞിട്ടൊന്നുമില്ല, അരിയാൻ സമയവും ഇല്ല. പിന്നെ ഇങ്ങനെ തന്നെ കിടക്കട്ടെ. നമുക്ക് അച്ചാറിടാൻ എടുക്കുന്ന സമയത്ത് അരിയാം കേട്ടോ. 2 കുപ്പിയിലായിട്ടോ കൊള്ളു നോക്കണം, അല്ലെങ്കിൽ വേറൊരു കുപ്പിയും കൂടി എടുക്കണം. 2 ദിവസം കൊണ്ട് നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഇതങ്ങ് നന്നായിട്ടങ്ങ് ചുങ്ങിപ്പോവേ, വേഗം ചുങ്ങിപ്പോവേ. അങ്ങനെ ഇട്ടാലും മതി, അല്ലെങ്കിൽ പിന്നെ ഒരു വേറെ പാത്രത്തിലും കൂടെ ആയിട്ടിടേണ്ടി വരും. ഇതിൽ ഉപ്പിടുവാണേ, കല്ലുപ്പാട്ടോ ഇടുന്നത്. നന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വേഗം ഇനി ചുങ്ങി ഇറങ്ങിക്കോളുവേ. 2 കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. നാളെ ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് താഴെ അപ്പത്തേക്ക് വേണം അതും കൂടെ വാരിയിടാനായിട്ട്. നമ്മൾ ബീഫ് കടുക് വറുക്കാനായിട്ട് പോവുകയാണേ. കടുക് വറുക്കാൻ ഒന്ന് വരട്ടിയെടുക്കാനായിട്ട് പോവുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് കടുക് വറുത്തിട്ട് കറിവേപ്പില ഇട്ടു. അതിലോട്ട് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടും കൂടെ ഒന്ന് ചേർത്ത് ചൂടാക്കുന്നുണ്ട്. നല്ലൊരു മണം വരും. പിന്നെ നന്നായിട്ട് മൂത്ത് വരണേ. കുറച്ച് പച്ചമുളകും ഉണക്കമുളകൊക്കെ ഇട്ടാൽ നല്ലതായിരുന്നു. 2 ഇപ്പം ഇവിടെ ഇല്ല, കഴിഞ്ഞിരിക്കുക. ബീഫ് ഇതിനകത്തോട്ടിട്ട് ഇളക്കി കേട്ടോ. നന്നായിട്ടൊന്ന് കുറച്ചുകൂടെ ഡ്രൈ ആകുമ്പോൾ നമുക്ക് ഇറക്കാവേ. ഇത് നന്നായി ചൂടായിട്ട് വരട്ടെ കേട്ടോ ബീഫ്. വീട്ടിൽ അമ്മ മാത്രം ബീഫ് കഴിക്കില്ല, ബാക്കി എല്ലാവരും ബീഫ് കഴിക്കും കേട്ടോ. ഞാനും കഴിക്കത്തില്ല, എനിക്ക് അലർജി ആയതുകൊണ്ട്. അപ്പോൾ വരട്ടി കപ്പയും കൂടെ നമുക്ക് തേങ്ങ അരപ്പൊക്കെ ചേർത്ത് കപ്പ വേവിച്ച് ഊറ്റി വെച്ചേക്കുവാണേ. അരപ്പും കൂടി ചേർത്തൊന്ന് ഇളക്കിയിട്ട് വേഗം കൊണ്ടുപോകാം. ഇതുവരെ അണ്ണൻ കുഞ്ഞിനെ കണ്ടിട്ടില്ല കേട്ടോ. നാട് ചെറുക്കനെ ഡെലിവറി ടൈമിലൊക്കെ വരാൻ പറ്റുമെന്ന് നോക്കി, പക്ഷേ ആ സമയത്ത് പിന്നെ ലീവ് എടുത്ത ഈ സമയത്ത് കിട്ടത്തില്ല. യാമിയുടെ പിറന്നാൾ അടുത്ത മാസമായിട്ടോ അണ്ണൻ്റെ കുഞ്ഞിൻ്റെ. അപ്പം പിറന്നാളിന് ഇവിടെ വരാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പം എടുത്തില്ല. ഇപ്പോഴാണ് ലീവ് എടുത്തത്. വിഷുവിനും ഇപ്പോൾ പിറന്നാളിലൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാവും. കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുവാണ്. പിറന്നാളുണ്ടായിട്ട് വേഗം പോവാം. ബീഫായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാത്രത്തിലാണ് എടുക്കുന്നത്. വാഴയിലയിൽ പൊതിഞ്ഞാലോ എന്ന് വിചാരിച്ചു. ഇങ്ങനെ കുറച്ച് ബാലൻസൊക്കെ ഉണ്ടെങ്കിലേ പാത്രത്തിലാണ് കുഴപ്പമില്ല. വാഴയില നല്ലൊരു മണമൊക്കെ ഉണ്ടാവും.
ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടേ. നല്ല മഞ്ഞ കളറായിട്ടുണ്ട് വെന്ത് കഴിഞ്ഞപ്പോഴേ. കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കാന്താരിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ചതച്ചെടുത്ത തേങ്ങ അതിലോട്ട് ഇടുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. അത് നന്നായിട്ട് ഉടഞ്ഞ് വരാനായിട്ടേ. തേങ്ങയും കപ്പയും കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടില്ല, അതെല്ലാം കൂടെ നന്നായിട്ട് വേവുന്ന കപ്പയായിരുന്നു. നന്നായിട്ട് വെന്ത് ഒട്ടച്ചെടുത്തിട്ടുണ്ട്. ഇതായിട്ടുണ്ടേ. നമ്മളിഞ്ഞൊരു പാത്രത്തിലോട്ട് മാറ്റുമോ. ഇത് നമുക്കിതും കൂടെ വന്നിട്ട് പോവുകയാണ് കേട്ടോ. ഇനി നേരെ കുഞ്ഞേ അപ്പച്ചി ചോത്തേ പൊന്നെ എന്റെ തലയൊക്കെ ചതിച്ചോ? നിക്കമ്മ കാണിച്ചു കൊടുക്കട്ടെ. കാണിച്ചു കൊടുക്കട്ടെ അമ്മ. യാമി ഇത് നോക്ക്. യാമി ഇത് നോക്ക്. അത് പാല് ഒറ്റ ഛർദിച്ചപ്പോ ആ ഇല്ല, അത്രയൊന്നും കുഴപ്പമില്ല. അങ്ങനെ തന്നെ ഞാമീ ഇതെന്തിനാ താക്കോൽ? അമ്മന്റെ പരീനെ മെല്ലെ 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 ആണോ? വട്ടം വട്ടം നാരങ്ങ കറങ്ങ്, വട്ടം വട്ടം നാരങ്ങ ചുറ്റി ചുറ്റി തിന്നുമ്പോ എന്താ സിന്നേഴ്സ് 1 2 3. എങ്ങോട്ടാ യാമ്പി പോണേ? തനു ഇങ്ങോട്ട് വാ. ഇന്ന് അമ്മൂമ്മേൻ്റെ ചിറ്റപ്പനെ നല്ല ചീത്ത. ഞങ്ങൾ പോയ സമയത്ത് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂളൊക്കെ അടച്ചിരിക്കുമല്ലേ. അപ്പോൾ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, എല്ലാവരും കൂടെ കണ്ടപ്പോൾ തന്നൂര് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. യാമീനെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും അത് ഭയങ്കര കുറേ നേരം കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഉമ്മ വെക്കാനൊക്കെ പറയുകയും ചെയ്തു. ഭയങ്കര ഉമ്മ കൊടുക്കലും സ്നേഹമൊക്കെ ആയിരുന്നേ. പോകാൻ നേരത്ത് ഇതുപോലെ ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ. തന്നെ ഭയങ്കര കരച്ചിലായിരിക്കും ഇവർ പോകാമെന്ന് പറയുമ്പോൾ. കഴിഞ്ഞ ഓണത്തിനാട്ടോ വന്നത് ലാസ്റ്റ് വരെ. എല്ലാ ഓണത്തിനും അണ്ണൻ വരാറുണ്ട്. നമ്മുടെ ഇവിടെ നാട്ടിൽ ക്ലബ്ബിൽ പരിപാടിയുണ്ട്, അത് അണ്ണൻ മിസ്സാക്കാറില്ല. പിന്നെ വിഷുവിനും വരും. വിഷുവിന് യാമിയുടെ പിറന്നാളാകുമ്പോൾ അങ്ങോട്ട് വരാറുണ്ട്. ഇപ്പോൾ 2 കൊല്ലമായിട്ടേ ഉള്ളൂ കേട്ടോ ഇവർ പോയിട്ട്. ശ്രീകുട്ടിയും കുഞ്ഞു ഇവിടെ നിന്ന് പോയിട്ട്. ഇനിയിപ്പം ചിലപ്പോൾ ഒക്ടോബറൊക്കെ ആകുമ്പോൾ തന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്ന പറയണത്. അണ്ണനെ അടുത്ത സ്ഥലത്തോട്ട് പോസ്റ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ശ്രീകുട്ടീനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാട്ടോ പറഞ്ഞത്. ഞങ്ങൾ കഴിഞ്ഞ വിഷുവിന് യാമിയുടെ പിറന്നാളൊക്കെ കഴിഞ്ഞ് വിഷുവിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഊട്ടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ 3 വാങ്ങിയായിരുന്നു. 2 എനിക്ക് 1 അമ്മയ്ക്ക്. വേണ്ട ചേച്ചി കേട്ടോ, ഒരു വള്ളി വയ്യ അങ്ങോട്ട് കയറ്റി വിട്ടാലും മതി. ഞാനിപ്പോ നട്ടാലും കുഞ്ഞമ്മ നട്ടാലും കണക്കാനെ വള്ളി വലിച്ചു കുളിപ്പിച്ചിട്ടൊന്നുമില്ല, തുടച്ചിട്ടേ ഉള്ളൂ. കഴിക്കാനായിട്ട് എടുത്തു കേട്ടോ. കുറച്ച് പേര് ഉള്ളിലിരുന്ന് കഴിച്ചു. ബാക്കിയുള്ള കപ്പ ഞങ്ങൾ പുറത്ത് വന്നിരുന്ന് വിളമ്പുക. ചോറ് ഒരു കുറച്ച് ഇച്ചിരി. എൻ്റെ പ്ലേറ്റിൽ ബീഫ് ഇടണ്ട, എനിക്ക് ചിക്കൻ കറി ഉണ്ട്. കുഞ്ഞിന് ചിക്കൻ വേണോടാ? പറ.
പിന്നെ ഒരു സ്പൂണും കൂടെ ബീഫ് എടുത്തു. 1 സ്പൂണ് 2 സ്പൂണ് അതാർക്ക് കഴിക്കാൻ? 3 സ്പൂണ് ഇത് അനുചേച്ചി ആകാം മീൻകറി, അമ്മ ചിക്കൻ കറി. അപ്പൊ എൻ്റെ അമ്മ കൊണ്ടുവന്ന മീൻ കറി ഇത് പെട്ടെന്ന് മാറ്റിയാ വേണ്ട. എന്നിട്ട് വേണം എനിക്ക് ചൊറിയാൻ. ബീഫ് മീൻ വേണം ചാ. എങ്ങനെയുണ്ട് പറ? ബീഫ് എങ്ങനെയുണ്ട്? കപ്പ എങ്ങനെയുണ്ട്? കപ്പ പ്രമോഷൻ ചെയ്ത് ചേച്ചി ഫ്രീ ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ പോവാ. ടാറ്റ ബൈ ബൈ കൊടുക്കും. ഞാൻ മിച്ചു ടാറ്റ കൊടുക്കണേ. അത് വെക്കണോ? ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോവുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. കാണാൻ ഞാൻ ടാറ്റ കൊടുക്ക്. ഉമ്മ